മസാല ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു സവാള ഇങ്ങനെ അരിഞ്ഞത് അതിൻ്റെ അകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഞാനിപ്പോൾ എടുത്തത് കാബേജ്, ക്യാരറ്റ്, ബീൻസ്, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഉണ്ടോ മട്ടർ ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് ആദ്യം ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. കാബേജ് ഒരു ഇച്ചിരി നീളത്തിൽ, തോരന് പോലല്ല, ഒരു ഇച്ചിരി നീളം, നമ്മൾ ചൈനീസിലൊക്കെ ഇടത്തില്ലേ അതുപോലെ ഒരു ഇച്ചിരി നീളത്തിൽ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്ത് അപ്പോഴത്തേക്കിനും അതൊന്ന് കുറച്ച് നേരം ഒന്ന് വാടി വന്നു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്തപ്പോഴത്തേക്കിന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ നമുക്ക് ഇച്ചിരി ഫ്ലേവർ കിട്ടേണ്ടത് കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ്, അതുകൊണ്ട് അതൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് കുറച്ച് നേരം നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം, മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകാനായിട്ട്. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്ന് അതൊന്ന് വാടി വരുമ്പോൾ ഈ ചപ്പാത്തിയും കൂടി ഇട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരിത്തിരി ഇഷ്ടമാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി ലാസ്റ്റ് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ആ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് മസ്റ്റാണ് കേട്ടോ. ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. കാരണം ഈ മസാലകളുടെയൊക്കെ കുത്തുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും, എരിവുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കണേ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചപ്പാത്തിയും കൂടി ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ഇതൊരു ഇച്ചിരി അടിയിൽ ഇങ്ങനെ പിടിക്കുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട കേട്ടോ. കാരണം നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ അതങ്ങ് ഒത്തിരി സോഫ്റ്റായിപ്പോവും. അപ്പം ഞാൻ ആ കണ്ടിച്ച് വെച്ച് ചപ്പാത്തി എന്നിട്ട് അവിടെ 1-2 ബ്രെഡ് പീസ് കിടപ്പുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലങ്ങ് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ബ്രെഡും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് സെയിം ബാക്കി എല്ലാം ഇതുപോലെ ചപ്പാത്തിക്ക് പകരം ബ്രെഡാണെന്നേ ഉള്ളൂ. ബ്രെഡും ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നല്ല അടിപൊളി മസാല ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ആ ചപ്പാത്തി ഇട്ടിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് അടച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പം ഞാൻ ആ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇത്തിരി ലൂസായതുകൊണ്ട് നമുക്ക് അതുപോലെ ഒറ്റ സ്പൂണായിട്ട് ഇളക്കരുത്, 2 സ്പൂൺ വെച്ച് നമ്മൾ ഈ നൂഡിൽസൊക്കെ പൊക്കിയിടത്തില്ലേ അതുപോലെ 2 സൈഡിലും ഇങ്ങനെ സ്പാച്ചുല പിടിച്ചിട്ട് വേണം പൊക്കിയിടാൻ. അപ്പോൾ ഇച്ചിരി നേരം ഈ ചപ്പാത്തിയൊക്കെ ഇടുമ്പം ഒന്ന് അടച്ച് വെക്കുമ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആയിക്കോളും, പിന്നെ നമുക്ക് ഇളക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്ത് അപ്പോഴത്തേക്കിന് അതൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ചപ്പാത്തി ഇവിടെ റെഡിയായി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനും നല്ലതായത്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതേ. അപ്പോൾ ഇനിയും ചെയ്യുന്നത് ഒരു മിക്സ് വെജിറ്റബിൾ മസാലയാണ്. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു സവാള മീഡിയം സൈസിലാണെങ്കിൽ 2 എണ്ണം അതൊന്നിട്ടിട്ട് ഇച്ചിരി നേരം അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ മസാല വെജിറ്റബിൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇന്ന് ചെയ്യുന്ന വേറൊരു വെറൈറ്റി ടൈപ്പാണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇപ്പം ഡബ്ബയിൽ തട്ടിയിട്ടതാണ്. ബാക്കി കവറൊന്ന് കുടഞ്ഞപ്പം ഞാൻ ചിന്തിച്ച് അധികം ഇല്ലെന്ന്, ഇച്ചിരി മഞ്ഞൾ കൂടിപ്പോയി. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ എങ്ങാണ്ട് ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുക. ഈ മസാലയ്ക്ക് ഒത്തിരി അങ്ങ് എരിവ് ചേർക്കുന്നത് നല്ലതല്ലേ. ഇത് ചപ്പാത്തി ചോറിനൊക്കെ നല്ല ഒരു കൂട്ടാനാണ്. ഈ പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടാൽ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ. മസാലയുടെയൊക്കെ പച്ചമണം പോയപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഉരുളൻകിഴങ്ങ്, ഞാൻ സാധാരണ കോളിഫ്ലവർ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് ഒന്ന് ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇന്ന് പക്ഷേ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞ സമയത്ത് ഇതുകൂടെ അങ്ങ് ഒരുമിച്ചങ്ങ് ഇട്ടു. മട്ടറുണ്ട്, ബീൻസുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്,
ക്യാരറ്റുണ്ട്. ഇത്രയും നിങ്ങൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നോ അതൊക്കെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഈ മസാലയ്ക്കകത്ത് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു വലിയതാണെങ്കിൽ ഒരു ടൊമാറ്റോ, ചെറുതാണെങ്കിൽ 2 എണ്ണം ആ ടൊമാറ്റോയോട് ഇട്ടിട്ട് ഇച്ചിരി നേരം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ചെറിയ തീരൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇത്തിരി ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഞാനൊരു സ്വല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം അത് അടിക്ക് പിടിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ അടിക്ക് പിടിക്കുന്നില്ല, നല്ല ഇത്തിരി വെള്ളമയം പോലെ ഇരിക്കുവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി നന്നായി അതൊന്ന് അവിടെ അതിൽ തന്നെ കിടന്നൊന്ന് വഴന്നു വരണേ. കുറച്ച് നേരം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. ഞാൻ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. പക്ഷേ കഷ്ണങ്ങളൊക്കെ വെന്തു, ഉരുളൻകിഴങ്ങൊക്കെ വെന്തു, അതിലൊരിച്ചിയും കൂടെ വെള്ളമുണ്ട്. ഞാനിതിപ്പോൾ ഒരു ഡ്രൈ മസാലയായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്തിരി വെള്ളം പോലാണെങ്കിൽ വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരിത്തിരി ലൈറ്റായിട്ട് വെള്ളം പോലെ എടുക്കാം. ഞാനിത് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു കൊടുത്തു, ഒരിച്ചിരി കൂടെ ആ വെള്ളം ഒന്ന് വറ്റാനായിട്ട്. അപ്പോൾ ഇളക്കിയ ഉടനെ ഞാൻ ഇപ്പോൾ തീ കൂട്ടിയും കുറച്ചും ഒക്കെ ഇളക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി. ഇനി ഇത് തണുക്കുമ്പം കുറേയും കൂടെ അങ്ങ് ഡ്രൈ ആയിക്കോളും. അപ്പം ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി സൂപ്പർ ഒരു കൂട്ടാനാണ് ഇത്. അപ്പോൾ ഞാനിത് ഒന്ന് വേണമെങ്കിൽ തവിയുടെ പുറകു വശം കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം, നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ. അപ്പം നമ്മുടെ മിക്സ് വെജിറ്റബിൾ മസാല കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായി പ്രയോജനമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.